ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിനായക ചതുർത്ഥി, ഗണേശ് ചതുർത്ഥി വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് 2 കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പം, അപ്പം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള അരിപ്പൊടി അതെടുത്തിട്ട് അത് 1 കപ്പ് എടുത്ത് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് എള്ള്, അത് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും എടുക്കാം. അതും ഇതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ അത് പൊട്ടി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ അരിപ്പൊടി വറുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് സോഫ്റ്റായിട്ടുള്ള നല്ലൊരു കൊഴുക്കട്ട നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർത്ത്. ഞാനിപ്പോൾ ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ 250 ml കപ്പിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ആ അളവ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ അരിപ്പൊടി 1 കപ്പ് എടുത്തപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണവും കിട്ടും തേങ്ങയ്ക്ക്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊഴുക്കട്ട കേടുവന്ന് പോവാതെ ഇരിക്കാൻ സഹായിക്കും ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കണം. ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഞാൻ പൊടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ നോർമൽ വലിയ ശർക്കര എടുക്കുകയാണ് നന്നായി പൊടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അളന്ന് ചേർക്കാവൂ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എനിക്ക് നല്ല മധുരം വേണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ആ ശർക്കര പാനിയിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നല്ലപോലെ കട്ടിയായി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കൊഴുക്കട്ട നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരവും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇത് ഒട്ടാതെ നല്ലപോലെ ഇങ്ങനെ വരും. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ കയ്യിൽ ഒട്ടാതെ വരുന്ന പരുവമാണ് ശരിയായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, അത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ ഒട്ടും തന്നെ കട്ടയൊന്നും തന്നെ ഇല്ല. തണുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി പ്ലേറ്റിലേക്ക് നമുക്ക് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളുടെ വിരൽ അടയാളം അതിലിങ്ങനെ പതിച്ചാൽ അങ്ങനെ അടയാളവും വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളകളായിട്ടും ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ കൊഴുക്കട്ട റെഡിയാകും. ഇപ്പോൾ അടുത്തത് നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങയും 1 പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി ഈ പരിപ്പൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ മുമ്പ് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 1.25 കപ്പ് വെള്ളം
ഇപ്പോൾ മറ്റേ സ്വീറ്റ് കോഴിക്കട്ടയ്ക്കും നമ്മൾ 1.25 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്തത്. ഇതിനും 1.25 കപ്പ് വെള്ളം തന്നെയാണ്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഇതും ഞാൻ വറുത്ത പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ഉപ്പ് ഈ കോഴിക്കട്ടയ്ക്ക് വേണമെങ്കിൽ വറുക്കാതെയുള്ള അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിനാണ് വറുത്തെടുക്കുന്നത്. 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതും നല്ലപോലെ ഒന്ന് കട്ടിയാവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓളിനുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പ്ലേറ്റിൽ നമ്മൾ നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം നമുക്കിത് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ആവിയിൽ വെച്ച് 15 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതിയാകും. നമ്മുടെ ഉപ്പ് കൊണ്ടുള്ള ഈ ഉപ്പും എരിവുമുള്ള ഈ കോഴിക്കട്ടയും റെഡിയാവും. നല്ല ടേസ്റ്റുള്ള കോഴിക്കട്ടയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ചതുർത്ഥിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പ്ലേറ്റിലാക്കിയിട്ട് കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് നമുക്കൊരു 15 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ നമ്മുടെ കോഴിക്കട്ടകൾ രണ്ടും റെഡിയാവും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.